2017 ഏപ്രിൽ 11 ജർമ്മനിയിലെ ഡോർട്ട്മണ്ട് ആസ്ഥാനമായിട്ടുള്ള സ്പോർട്സ് ക്ലബായ ബൊറൂസിയ ഡോർട്ട്മണ്ടിന്റെ ടൂർ ബസിന് നേരെ ഒരു ബോംബ് ആക്രമണം നടന്നു. കളിക്കാർക്കും ഒരു പോലീസുകാരനും വലിയ രീതിയിൽ പരിക്കേറ്റു. ജർമ്മൻ പോലീസ് ശക്തമായ അന്വേഷണം തന്നെ നടത്തി. സാഹചര്യങ്ങളും സംശയങ്ങളും ചില തെളിവുകളും അടിസ്ഥാനമാക്കി നോക്കിയപ്പോൾ തീവ്രവാദ ആക്രമണമാണെന്ന് എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ അതേ മാസം കൃത്യം 21-ാം തീയതി 28 വയസ്സുള്ള ഒരു ജർമ്മൻ റഷ്യൻ പൗരനെ പ്രതി എന്ന് കണ്ടെത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. അയാളുടെ പേര് സെർഗേജ് വെനർഗോൾഡ്. ടീം നിന്ന അതേ ഹോട്ടലിലാണ് ഇയാൾ താമസിച്ചത്. റോഡിന് അഭിമുഖമായി ഒരു മുറിയെടുത്ത് ബസ് പുറപ്പെടുന്നിടത്ത് എക്സ്പ്ലോസീവ് സ്ഥാപിച്ചു. ബട്ട് വാട്ട് വാസ് ഹിസ് ടെറിബിൾ പ്ലാൻ? ബ്ലാസ്റ്റിന് മുൻപായി ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ നിന്ന് ഡോർട്ട്മണ്ടിന്റെ 78,000 യൂറോയുടെ പുട്ട് ഓപ്ഷൻ ഇയാൾ വാങ്ങി. അതായത് ഷോർട്ട് സെല്ലിംഗിന് സമാനമായി തന്നെ ഈ ഓഹരിയുടെ വില കുത്തനെ താഴുന്നതിനനുസരിച്ച് സെർഗേജിന് ഹ്യൂജ് പ്രോഫിറ്റ് തന്നെ ഉണ്ടാക്കാമായിരുന്നു. എന്നാൽ ആ സമയത്ത് അൺയൂഷ്വൽ ബാങ്ക് ട്രാൻസാക്ഷൻ ഇയാൾ നടത്തിയത് ബാങ്ക് ജീവനക്കാരിൽ വലിയ സംശയത്തിനിടയാക്കി. ബ്ലാക്ക് മണി ആണെന്നുള്ള ഈ ഒഫീഷ്യൽസിന്റെ സംശയം എത്തി നിന്നത് ഈ ഒരു ബോംബ് ബ്ലാസ്റ്റിന്റെ മാസ്റ്റർ മൈൻഡിലേക്കായിരുന്നു.